നമ്മൾ ഈ കൂട്ടുകാരൊക്കെ ചെക്കിങ്ങിനൊക്കെ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് പറയുന്നൊരു വരിയുണ്ട്, മാസാവസാനമായി അവർക്ക് ടാർഗറ്റ് മുട്ടിക്കണം എന്ന്. ശരിക്കും അങ്ങനെ പോലീസിൽ ഒരു ടാർഗറ്റ് മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടോ? എനിക്കറിയാവുന്നിടത്തോളം പോലീസുകാർ ഈ വഴിയിൽ നിന്ന്, കേരള പോലീസിൻ്റെ കാര്യം പറയാം, വഴിയിൽ നിന്ന് ഒരാളുടെ നിന്ന് ഒരു 100 രൂപ വാങ്ങിക്കേണ്ട ആവശ്യമുള്ള ഒരു പോലീസുകാരനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല കൈക്കൂലി ആയിട്ടല്ല, പെറ്റി പിടിക്കുക. പെറ്റി പിടിക്കേണ്ടത് ഒരു എണ്ണം ഉണ്ട്, അങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് മാസാവസാനം ധാരണയുണ്ട് ആളുകളിൽ. അല്ല, അത് ഒരു സമയം വരെ കറക്റ്റാണെന്ന് വെച്ചാൽ ഓരോ എസ് ഐക്കും സുമോട്ടോ കേസുകൾ എന്ന് പറയുന്നത് എന്നത് പെറ്റി ഫൈനിലോട്ട് പോകുന്ന കേസുകളാണ്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ ഒരാൾ അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഉണ്ടാക്കി, അപ്പോൾ അത്തരം കേസുകൾ ഒരു 4-5 എന്തായാലും ഒരു സ്റ്റേഷനിൽ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പോലീസിൻ്റെ പണി നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ ചെക്കിംഗ് ഒക്കെ നമ്മൾ വഴി നിൽക്കുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടെ ചിന്തിക്കുക. ഈ മോശം പ്രവൃത്തികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ പോലീസിൻ്റെ പ്രസൻസ് ഒരു വലിയ മാറ്ററാണല്ലോ. അവരെ അത്ര സ്ഥലങ്ങളിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ചെക്കിംഗ് ഒരു പ്രസൻസിൻ്റെ ഭാഗമാവാം, എല്ലാം ആവാം. ഈ പോലീസ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോലീസ് ജോലിക്ക് കയറുന്നത്? അങ്ങനെ ഗുണങ്ങളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു? എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഇത്രയും ഭീകരമായ ട്രെയിനിങ് ഉണ്ടെന്നൊക്കെ. ഞാൻ ഭയങ്കര പോലീസുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോഴാണ് 210 വർക്കിംഗ് ഡേ എന്ന് പറയും, മിനിമം ഒരു 9 മാസം. ഈ സമയങ്ങളിൽ നമ്മൾ വെളിയിൽ ആരെയും കാണുന്നില്ല. രാവിലെ 5 മണിക്ക് എണീക്കുന്നു. ഞാൻ ജീവിതത്തിൽ എൻ്റെ തുണി അലക്കാത്ത ആളായിരുന്നു. തുണി അലക്കാൻ തുടങ്ങി, പാത്രം കഴുകാൻ തുടങ്ങി, ഗ്രൗണ്ടിൽ പോവുക, പരേഡ്, എക്സർസൈസ്. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പോലീസിലൊരു ശിക്ഷ ഒരാൾക്കല്ല, എല്ലാം കൂടെ ഒരുമിച്ചാണ്. അത് ആര് തെറ്റ് കാണിച്ചാലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 6 മാസം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ച്, ഞാൻ അതിന് മുമ്പ് മെഡിക്കൽ റപ്പായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടിപ്പോയ ആളായിരുന്നു. അപ്പം സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പോകുന്നതാണ്, സേഫ്റ്റി എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ എനിക്ക് വർക്കാവുന്നൊരു സ്ഥലമല്ലായിരുന്നു പോലീസ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഈ സ്പേസ് എനിക്ക് പറ്റുന്നില്ല, ഇത് ഞാനും ഇതും ഭയങ്കര ദൂരെയാണ്, ഒരിക്കലും എനിക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല, എനിക്ക് ഇതിനോട് നീതി പുലർത്താൻ പറ്റില്ല, അങ്ങനെ തോന്നിയൊരു ഒരു സ്പെസിഫിക് ദിവസമോ അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇവൻസോ ഉണ്ടോ? ചെയിനുമില്ല. ആദ്യ സമയങ്ങളിലൊക്കെ രസമായിരുന്നു ക്യാമ്പിലെ ജീവിതങ്ങൾ. നമുക്ക് ഉത്തരവാദിത്വം, വീട്ടിൽ പോകാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു നാട്ടിൻപുറത്തിരിക്കുന്ന കണക്കാണ്. പല സ്വഭാവമുള്ള 100 പേരോളം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് ക്യാമ്പിൻ്റെ അകത്ത്. എന്താ ക്യാമ്പിനകത്ത് സന്തോഷം? ക്യാമ്പിൻ്റെ സന്തോഷം, നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ വൈകിട്ടാകുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയുണ്ട്, അല്ലെങ്കിൽ ക്യാരംസ്, ചെസ്സ്, ഞാൻ പറഞ്ഞ പല രീതിയിലുണ്ട്. പല ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമാക്കാരനായെങ്കിൽ ക്യാമ്പിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം ക്യാമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബാച്ചിലെ നിതീഷ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. നിതീഷ് എലവേട പുഞ്ചറ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ഒരാൾ, പിന്നെ എൻ്റെ സീനിയറായിട്ടുള്ള മാറാ ഷായ് സാറ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ കാണാൻ പോക്കുണ്ടായിരുന്നു. അന്ന് പത്തനംതിട്ട മണിയാർ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പത്തനംതിട്ട വരെ പോകുമായിരുന്നു. പിന്നെ സിനിമാ സംസാരം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അത് ഞങ്ങൾ എയർ ക്യാമ്പിൽ വന്നപ്പോൾ തുടർന്നു. അതിൻ്റെ ഭാഗമായാണ് ഞാനുമൊക്കെ സിനിമയിൽ വന്നു എന്ന് പറയാവുന്നത്. ആദ്യമായിട്ട് ഇത്തരം കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ്. എൻ്റെ കഥകളല്ല, നമ്മളുടെ ഒരു എക്സർസൈസ് ആയിരുന്നു. ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടത് ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായേനെ. ചിലപ്പോൾ ആ സിനിമ പരാജയപ്പെട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പയ്യെ സിനിമയിലോട്ട് വന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഒരു കാലം എനിക്ക് ഭയങ്കര രസമായിരുന്നു, ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമ്പിൽ നിന്ന്. ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും പറ്റാത്തൊരു സ്ഥലമാണെന്ന് മനസ്സിലായി. കാരണം ഈ പറയുന്നതാണ് ഡ്യൂട്ടി ടൈം 1, 2 നമ്മൾക്ക് നല്ല കാര്യമൊന്നും കാണുന്നില്ലല്ലോ ലൈഫിൽ. ഒരു പോലീസ് സ്റ്റേഷനിൽ തമാശയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, ചിരി ഉണ്ടാവുകയില്ല. നമുക്ക് ചിരി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളൊരു ആക്ഷൻ ഹീറോ ബിജു എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് നോക്കുന്നവർക്കാണ് ചിരി. അതെ, അതിൻ്റെ അകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം നെഗറ്റീവ് തന്നെയാണല്ലോ. കേൾക്കുന്നതും കാണുന്നതും എല്ലാം നെഗറ്റീവ് തന്നെയാണ്. ഡീൽ ചെയ്യേണ്ടി വരുന്നതും നെഗറ്റീവുകളോട്. അഞ്ചാതെ എന്ന് പറഞ്ഞിട്ട് മിഷ്കിൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയകത്ത് കുറേ കാലത്തിന് ശേഷം നരയൻ പോലീസ് ഓഫീസറാണ്, വീട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അവർ ഈ ചിക്കനും മീനും ഒക്കെ നിരത്തി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഉണ്ണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഉരുട്ടുമ്പോഴേക്കും കോൾ വരികയാണ്, ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ വരണമെന്നുണ്ട്. അപ്പോൾ ചോറ് അവിടെ ഇട്ടുമ്പോഴേക്കും അച്ഛൻ യൂണിഫോമായിട്ട് വരികയാണ്. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ദിവസത്തിൽ നിന്ന് പെട്ടെന്ന് ജോലിക്ക് കയറി വേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു, അക്കാഡമി വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഓണത്തിന് 3 ദിവസം ബ്രേക്ക് ചെയ്യാണ് ട്രെയിനിങ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഓണം കൂടുതൽ ഇതായിരിക്കാം. കറക്റ്റാണ്. ഓണത്തിന് എത്ര പേർക്ക് അവധി കൊടുക്കാൻ പറ്റും? പിന്നീട് അങ്ങോട്ട് നമുക്കൊന്നും അവധി കിട്ടാറില്ല ഓണത്തിനൊന്നും. അല്ലെ ഒരു നല്ല ദിവസങ്ങളിലും അവധി കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം പിന്നീട് നമ്മൾ പോലീസായി കഴിഞ്ഞാൽ പല നമ്മൾ റെസ്ട്രിക്റ്റഡ് ആകാൻ തുടങ്ങും. പണ്ട് ഒരു ഉത്സവപ്പറമ്പിലൊക്കെ പോയി ഗാനമേളയ്ക്കൊക്കെ തുള്ളിക്കൊണ്ട് നടന്ന എനിക്കൊക്കെ പോലീസായതിനു ശേഷം ആ സ്പേസ് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്ത് പ്രശ്നം നടന്നാലും നമ്മളതിൻ്റെ അകത്ത് പെട്ടുപോയാൽ നമ്മളാവും പ്രതി എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അപ്പം നമ്മൾ തന്നെ റെസ്റ്റ്, നമ്മുടെ എല്ലാ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മൾ പോലീസിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രീഡം ഇല്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് പോലീസിന്. ലോഹിത് ദാസിൻ്റെ റൈറ്റിംഗ് വലിയ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോഹിത് ദാസിൻ്റെ റൈറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേദന തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടല്ലോ.
അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ ഈ സിനിമയിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ? ഞാൻ പറഞ്ഞല്ലോ, സാറ് ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ടാണ് സിനിമ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ എല്ലാം അറിയാമല്ലോ. എല്ലാ മനുഷ്യരെ എടുത്താൽ ഇപ്പോൾ തനിയാവർത്തനം തൊട്ട് നമ്മളിങ്ങോട്ട് എടുത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളിലും ഭയങ്കര കഥാപാത്രങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഞാനും അതിൻ്റെ ഒരു റെഫറൻസാണ്. കഥാപാത്രങ്ങൾ സ്ട്രോങ് ആവണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങൾക്കൊരു കാരണം ഉണ്ടാവണം, അവരുമായിട്ട് പ്രേക്ഷകർക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റണം, എന്നാലേ ആ സിനിമ കഥ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. വേദനകൾ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഈ അരയന്നങ്ങളുടെ വീട്ടിലൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്കൊക്കെ എത്തിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കുറ്റങ്ങൾ ഒരാളിലേക്ക് അയാൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോൾ ദശരഥത്തിലൊക്കെ ആ സിറ്റുവേഷൻ കൊണ്ട് അദ്ദേഹത്തിന് പല നഷ്ടങ്ങൾ ഉണ്ടാവണം, എല്ലാത്തിനും കേപ്പബിളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഏതാ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു? എനിക്ക് പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പം അരയന്നങ്ങളുടെ വീടോ ഒരു ഫാമിലി അങ്ങനത്തെ പുറം ഡ്രാമകളുണ്ട്. എനിക്കിപ്പോൾ തനിയാവർത്തനം, ആ കഥാപാത്രം ഇഷ്ടമാണ്. സതയം, അങ്ങനെയുള്ള കുറേ കൂടെ സൈക്കോളജിക്കൽ കഥാപാത്രങ്ങളുണ്ടല്ലോ, സൈക്കിക്കലി വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് പുള്ളിയുടെ കൂടുതൽ ഇഷ്ടം. മറ്റ് എക്സ്റ്റേണൽ പ്രശ്നങ്ങളെക്കാളും ഉള്ളിൻ്റെ ഉള്ള പ്രശ്നങ്ങളും, എക്സ്റ്റേണൽ ഇല്ലാതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറേ കൂടെ കോർ ഉള്ളിലുള്ള പ്രശ്നങ്ങളുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം. ഇപ്പോൾ സതയം കാണുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറിന് നല്ലൊരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ക്രൈമേ നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സതയം കണ്ട് അവസാനിപ്പിക്കുമ്പോൾ. ഷാഹി കബീർ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കത്തല്ല. ഞാൻ ആ കഥാപാത്രത്തെ കാണുമെന്നുള്ളേ ഉള്ളല്ലോ, അത് അതിനപ്പുറം അയാൾ ആ ചിന്തയിലൊന്നും ഞാൻ പറ്റില്ല. ഞാനത് കണ്ടു, എൻജോയ് കിട്ടും, ഫീല് കിട്ടുന്നു. നമുക്കിപ്പം തിരുത്തലല്ലല്ലോ നമ്മുടെ പണി. അപ്പം ആ കഥാപാത്രം അങ്ങനെയാണ്. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഓരോ മനുഷ്യൻ മാറുന്നതെന്ന്. എല്ലാവരും പറയാറുണ്ട്, രണ്ട് പൊളിറ്റിക്സിലാണല്ലോ, മനുഷ്യൻ നന്നായ സമൂഹം നന്നാവും എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഓപ്പോസിറ്റാണ്, സമൂഹം നന്നായാലേ മനുഷ്യൻ നന്നാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് രണ്ട് പൊളിറ്റിക്സാണ്. അപ്പോൾ സമൂഹം നന്നാത്തോടത്തോളം കാലം മോശം മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കും. ഈ മോശം മനുഷ്യരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കുന്ന എഴുത്ത് ഈ MT സാറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോശം മനുഷ്യരെന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യമാണ്. മോശം എന്ന് പറയുമ്പോഴും എഴുത്തിലെപ്പോഴും സമൂഹം അല്ലെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അതിനെയാണല്ലോ, അതൊരു മോശമെന്നല്ല പറയുന്നത്, പക്ഷേ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതാണ് ആക്ച്വലി ഇത്. കാരണം അയാൾ ഇങ്ങനെ ആയത് ഇന്ന കാരണം കൊണ്ടാണ്, ചുറ്റുമുള്ള സൊസൈറ്റി മനുഷ്യരുമാണ് അയാളെ അങ്ങനെ ഡീൽ ചെയ്യുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട്, അതായത് ഒരു ഇൻട്രോ, പിന്നെ ഒരു ക്ലൈമാക്സ്, ഏറ്റവും അവസാനം പ്രതികാരം ചെയ്തിട്ട് ഇങ്ങനെ ലോങ് ഷോട്ടിൽ നെഞ്ഞു മിരിച്ച് നിൽക്കുന്ന നായകൻ, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ. അത് തിയേറ്ററിന് വേണ്ടി എഴുതുമ്പോൾ അങ്ങനത്തെ ചില എലമെൻറ്റുകൾ വേണം, അത് വരുന്നതാണോ അതോ ബോധപൂർവ്വം അങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്നതാണോ? തിയേറ്റർ എന്നുള്ള ചിന്തയായിരുന്നു. ഞാൻ ഭയങ്കര പേസുള്ള പടമായിരിക്കണം. ഇപ്പോൾ എൻ്റെ ബാക്കി പടങ്ങൾക്ക് അറിയാമല്ലോ, പേസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സിനിമ ശരിക്കും ഇത്രയേ ഉള്ളൂ, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആണ്, അതിനപ്പുറം അതിന് ലൈഫില്ല. ഒരു കൊമേഴ്ഷ്യൽ സക്സസിൻ്റെ ഫോർമുലകളുണ്ടല്ലോ. പലപ്പോഴും നമ്മളെപ്പോഴും വിജയിക്കുന്ന സിനിമ നോക്കിയാൽ അത്യാവശ്യം ക്രിഞ്ചും ക്ലീഷകളെല്ലാം ഉള്ള സിനിമകളാണ് ഇവിടെ കൊമേഴ്ഷ്യലി സക്സസ് ആവുന്നത്. കുറച്ച് മാറ്റവും കുറച്ച് അതും ഇല്ലാതെ അത്ര സിനിമകൾ വർക്കാവില്ല. നമ്മളെല്ലാം പുതിയതായിട്ട് പറഞ്ഞ ആൾക്കാർ എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് അറിയാം, ഇയാൾ നേരിടും, ഇയാൾ പോവും, ഇയാൾ പിടിക്കും, ഇയാൾ വിജയിക്കും എന്നൊക്കെ അറിയാവുന്നതാണ്. ഇനി ഞാൻ എഴുതിയ പടമായതുകൊണ്ട് മാത്രം ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടല്ലോ അവസാനം ചാക്കോച്ചൻ എന്തെങ്കിലും പറ്റുമെന്ന്.